കനത്ത പോളിംഗാണ് കേരളത്തിൽ. രാവിലെ മുതൽ നീണ്ട ക്യൂ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ക്യൂ ഉണ്ട്, പുരുഷന്മാരുടെ ക്യൂ ഉണ്ട്. സാറേ, ഈ ക്യൂ എന്തിൻ്റെ സൂചനയായിരിക്കും? ക്യൂ പല ഘട്ടങ്ങളിലും പല സൂചനകളായിരുന്നു. ആദ്യകാലങ്ങളിൽ ഇത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായിട്ടാണ് കേരളത്തിലെ ആദ്യത്തെ ക്യൂ അണിനിരന്നിരുന്നത്. കാരണം മറ്റവർ വരുന്നതിന് മുമ്പേ ഇത് വോട്ട് ചെയ്യിക്കണം, മറ്റവർ വരുമ്പോൾ നമുക്ക് തല്ലി ഓടിക്കാം, അല്ലെങ്കിൽ അത് കശവിശ ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മുഴുവൻ ആളുകളെയും പാർട്ടിയുടെ മുഴുവൻ വോട്ടുകളും ചെയ്യിപ്പിക്കുമായിരുന്നു ആദ്യം. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോഴൊരു കർമ്മബാധ്യതയെ പോലെ ചില കോൺഗ്രസ് പാർട്ടിയും അതുപോലെ തന്നെ മതന്യൂനപക്ഷങ്ങളും കരുതിയിട്ട് വിലയിരുത്തിയിട്ട് അവർ വന്ന് വോട്ട് ചെയ്യുകയാണ്. കന്യാസ്ത്രീകൾ വരെ ക്യൂയിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ കനത്ത പോളിംഗ് ഇത്തവണ UDF അനുകൂലമായിരിക്കും എന്നാണ് എൻ്റെ വിലയിരുത്തൽ. പക്ഷേ നമുക്ക് ഈ വളരെ ശക്തമായ മത്സരം, ത്രികോണ മത്സരം, മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും ത്രികോണ മത്സരമുണ്ട്. ത്രികോണ മത്സരം പ്രധാനമായും നടക്കുന്ന മത്സരങ്ങളിൽ പോളിംഗ് ശതമാനം നന്നായി ഉയർന്നിട്ടുണ്ട്. തിരുവനന്തപുരം, ആലപ്പുഴ, അതുപോലെ തൃശ്ശൂർ, പാലക്കാട്, ആറ്റിങ്ങൽ, ഈ മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരമാണ്. അപ്പം NDAയുടെ സാന്നിധ്യം ഏറ്റവും അധികമുള്ള മണ്ഡലങ്ങളിൽ വളരെ ഉയർന്ന നിലയിലുള്ള ശതമാനമുണ്ട്. ആ വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ആധിപത്യം ഉണ്ട് എന്നുള്ളത് ഒരു തെറ്റായ വിലയിരുത്തലായി പോകില്ലേ എന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം നമ്മൾ ഓരോന്നെടുക്കാം. തിരുവനന്തപുരം ഇപ്പോൾ അല്പം എഡ്ജ് ശശി തരൂരിനാണ്. എന്നാൽ രാജീവ് ചന്ദ്രശേഖർ വളരെ മുന്നിലേക്ക് വരികയുണ്ടായി. ചെറുപ്പക്കാരുടെ ഒരു ഹരമായി മാറി. ടെക്നോക്രാറ്റുകൾക്ക് അദ്ദേഹം വരണം എന്നും വികസനം നടത്തണമെന്നും ഉള്ളൊരു ആവേശം വന്നു. എന്നാലും ശശി തരൂരിനോടൊപ്പമുള്ള ഒരു എഡ്ജ് ഇദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ പന്ന്യൻ രവീന്ദ്രൻ അദ്ദേഹത്തിൻ്റെ നന്മ കൊണ്ടും അദ്ദേഹത്തിൻ്റെ വിനയഭാവം കൊണ്ടും അദ്ദേഹവും ഒരു നല്ല താരമായി ഇവിടെ മത്സരിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് പോകും. അദ്ദേഹം പറഞ്ഞത് നേരെ തിരിച്ചാണ്. അദ്ദേഹവും അതങ്ങനല്ലേ പറയാൻ പറ്റും. അതെ, തെരഞ്ഞെടുപ്പിന് മുമ്പ് ഞാൻ തോക്കും എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റും. പിന്നെ രാജീവ് ചന്ദ്രശേഖറും ശശി തരൂരും തമ്മിലുള്ള ഒരു ഇത് ചില ഗുസ്തിയിൽ, ചില മല്ലയുദ്ധം പോലെ ആണ് ഞാൻ നോക്കിക്കാണുന്നത്. രണ്ടുപേരും ഈക്വലി ബ്രില്യൻ്റാണ്. നല്ല സ്ഥാനാർത്ഥി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരിൽ ആരെ എന്ന് ഒറ്റയ്ക്ക് തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല, കുറിയിടേണ്ടി വരും. അതല്ല, നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യാനാണെങ്കിൽ രണ്ടുപേരും ഈ തിരുവനന്തപുരത്തിൻ്റെ മനഃശാസ്ത്രമനുസരിച്ച്, വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ച് രണ്ടുപേരെയും പിന്തുണയ്ക്കുന്ന ഒരു ജനാവലിയാണ് തിരുവനന്തപുരം നഗരത്തിലുള്ളത്. ഞാനൊരു കണക്ക് പറയാം. ഉയർന്ന പോളിംഗ് കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിലുണ്ട് 1989-ലാണ്. അന്ന് 79.30% ഏറ്റവും ഉയർന്ന പോളിംഗ്. ഏറ്റവും കുറവ് 1980-ലാണ്, 62.16%. എനിക്ക് തോന്നുന്നു ആ സമയത്ത് AK ആൻ്റണി LDF ഭാഗമായിരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ആ സമയത്തുള്ളത്. അന്ന് 89-ൽ UDF 17 സീറ്റും LDF 3 സീറ്റുമാണ് നേടിയത്. 80-ൽ UDF 8 സീറ്റും LDF 12 സീറ്റിലും വന്നു. പിന്നെ 2004-ലെ തിരഞ്ഞെടുപ്പുണ്ട്. അന്നാണ് LDF കാര്യമായി മുന്നോട്ട് 18 സീറ്റ് അവർ ജയിച്ചു. അപ്പോൾ ഈ പോളിംഗ് ശതമാനം ഉയരുന്നത്, നമ്മൾ നേരത്തെയൊക്കെ പറയാറുണ്ട്, പോളിംഗ് ശതമാനം ഉയർന്നാൽ അത് UDFന് ഗുണകരമാവും എന്ന് പറയാറുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത UDFനും LDFനും ഒപ്പം NDAയുടെ ശക്തമായ സാന്നിധ്യം കൂടെ ഉണ്ട്. നമ്മൾ മുൻ തെരഞ്ഞെടുപ്പുകളിൽ അത്രയധികം നമുക്ക് UDF LDF എന്ന് പറഞ്ഞ് തന്നെയാണ് നമ്മൾ ആ ശതമാന കണക്കിനെ കണ്ടിരുന്നത്. BJP എഴുതി തള്ളിയിരുന്നു. ഇപ്പോൾ അത് നടക്കത്തില്ല. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ ശതമാനം ഒരു NDAയും കൂടെ ഉള്ളത് കൊണ്ട് അത് എങ്ങനെയായിരിക്കും അതിനെ ബാധിക്കുക? അത് സ്വാഭാവികമായും അത് ചില ജാതി പാറ്റേണും കൂടെ ഉണ്ട്. അപ്പോൾ BJPയെ പിന്തുണയ്ക്കാൻ വരുന്നത് ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ബാക്കിംഗ് ആണ്. ഹിന്ദുത്വത്തിൻ്റെയും അയോധ്യയുടെയും ഒക്കെ കാര്യം പറഞ്ഞു വരുമ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ഹിന്ദു മത വിശ്വാസികളുടെ ചോർച്ച ഏത് പാർട്ടിയെ ബാധിക്കും എന്നുള്ളതാണ്. അത് കോൺഗ്രസിനെയാണോ ബാധിക്കുന്നത്, LDFനെയാണോ ബാധിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് ഈ വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ച് ആര് ജയിക്കും ആര് തോക്കുമെന്ന് പറയേണ്ടി വരുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ആ കാറ്റ് ശശി തരൂരിന് അനുകൂലമായിട്ട് വരുന്നു.
എന്നാൽ രാജീവ് ചന്ദ്രശേഖറിന് അത് അത്ര അനുകൂലമല്ലതാനും. പിന്നൊരു വർക്കിംഗ് ക്ലാസ് ഉണ്ട്, പിന്നെ തീരദേശ ജനങ്ങളുണ്ട്. ഈ തീരദേശ ജനങ്ങളുടെ വികാരം നിസ്സാരമല്ല. അവർ ഒരുമിച്ച് വന്ന് വോട്ട് ചെയ്യുന്നവരാണ്. അവർ ശക്തമായ ഇതിൽ നിൽക്കുന്നതാണ്. പിന്നെ ചോറിൻ്റെ പ്രശ്നം, ആഹാരത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് മല്ലടിച്ച് നിൽക്കുന്ന വിഭാഗമാണ് ഈ ലത്തീൻ കത്തോലിക്ക വിഭാഗം. അത് ഈ തീരപ്രദേശത്ത് മുഴുവനുണ്ട്. തിരുവനന്തപുരത്തുണ്ട്, കൊല്ലത്തുണ്ട്, ആലപ്പുഴയുണ്ട്, എറണാകുളത്തുണ്ട്. അപ്പോൾ അവരുടെ കാര്യം നിസ്സാരമല്ല. പിന്നെ ഓരോ വർഗം ഓരോ തരത്തിലാണ് ഇതിനെ നോക്കിക്കാണുന്നത്. പിന്നെ ചില മതവിഭാഗങ്ങളുണ്ട്, പിന്നെ ചില ആശ്രമങ്ങളുണ്ട്, ചില ആൾദൈവങ്ങളുടെ പിൻഗാമികളുണ്ട്. അപ്പോൾ ഇതൊക്കെ ആർക്ക് എപ്പോൾ എന്ന് ആലോചിച്ച് വന്നാൽ സ്വാഭാവികമായി ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. ഇന്നലെ സുരേഷ് ഗോപി തന്നെ അവിടുത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ വേലിയേറ്റത്തിൽ നിന്ന് ഓടി വന്ന് വെള്ളാപ്പള്ളി നടേശനെ കണ്ടിരിക്കുന്നു, സുകുമാരൻ നായരെ കണ്ടിരിക്കുന്നു, ബിഷപ്പിനെ കണ്ടിരിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി അവർ പറയുന്നത് ഞങ്ങളുടെ നിലപാട് സമദൂരമാണെന്ന് പറയുമ്പോഴും അവർ ആരെ പിന്തുണയ്ക്കും, ആർക്ക് വേണ്ടി പറയും എന്നതിനെക്കുറിച്ചുള്ള ആശങ്കയുണ്ട്. അപ്പോൾ ആളുകൾ മുഴുവൻ ഇപ്പോഴും സമുദായത്തെ നോക്കി, ഒരുതരം വടക്ക് നോക്കി യന്ത്രം പോലെ സമുദായത്തെ നോക്കിക്കൊണ്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇത് എത്ര ശക്തമാണെങ്കിൽ പോലും ശശി തരൂരിന് അനുകൂലമാണ്. ആറ്റിങ്ങൽ ശക്തമായ മത്സരം നടക്കുന്ന നല്ല പോളിംഗും ഉണ്ട്. ശക്തമായി മത്സരം നടക്കുന്നതാണ്, ആരെയും എഴുതി തള്ളാൻ പറ്റത്തില്ല. അടൂർ പ്രകാശിനാണ് മുൻഗണന വരേണ്ടത്, പക്ഷെ ജോയി വളരെ മുമ്പിലേക്ക് വരുന്നു. എന്ന് മാത്രമല്ല, ഏത് മുക്കിലും മൂലയിലും ജോയിയുടെ പോസ്റ്ററുണ്ട്, ജോയിയുടെ ചുവരെഴുത്തുണ്ട്, ജോയിയുടെ ആൾക്കാർ സ്ക്വാഡ് വർക്ക് നടക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ പ്രചാരണം അവിടെ പിന്നിപ്പോയി, കുറച്ച് ശിഥിലമായി. കാരണം അത് എപ്പോഴും അങ്ങനെയാണ്, അവസാന ലാപ്പിലാണ് കോൺഗ്രസ് ഓടിക്കയറുന്നത്. ഇത്തവണ അതുണ്ടായില്ല. എന്നാലും അടൂർ പ്രകാശിനാണ് ഇപ്പോൾ ജയസാധ്യത എന്നാണ് അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട്. പക്ഷേ ജോയി ജയിച്ചാൽ അത്ഭുതപ്പെടേണ്ട. പക്ഷെ മുരളീധരന് സാധ്യതയില്ല താനും. ഒരു സാധ്യതയില്ല. 2 കൊല്ലത്തിന് മുമ്പേ അദ്ദേഹം വർക്ക് തുടങ്ങിയതാണ്. അവിടെ ആ പാവപ്പെട്ട ശോഭാ സുരേന്ദ്രനെ രണ്ടാമത് നിർത്തിയിരുന്നെങ്കിൽ അവർ ജയിച്ചു പോയേനെ. ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന ആലപ്പുഴയിലേക്ക് നമുക്ക് വരാം. ആലപ്പുഴയിൽ വളരെ ശക്തമായ സാന്നിധ്യം അറിയിക്കാൻ നമ്മൾ തന്നെ ഒരു ദിവസം പറഞ്ഞല്ലോ, ശോഭാ സുരേന്ദ്രൻ നല്ല പോളിംഗ് നടക്കുന്നുണ്ട്, നല്ല പോളിംഗ് ഉണ്ട്. അത് ശോഭാ സുരേന്ദ്രന് വേണ്ടിയാണോ, KC വേണുഗോപാലിന് വേണ്ടിയാണോ, ആരിഫിന് വേണ്ടിയാണോ എന്ന് അറിയേണ്ടതുണ്ട്. അവിടെ ഇപ്പോൾ KC വേണുഗോപാൽ വന്നപ്പോൾ ചലനമുണ്ടായി. പിന്നെ കൈവിട്ടു പോയൊരു മണ്ഡലം തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് UDF അവിടെ നിൽക്കുന്നത്. പിന്നെ അയാളുടെ ഒരു ഇലക്ഷൻ ടെക്നിക്ക് വ്യത്യസ്തമാണ്. തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഉതകുന്ന ആൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റിട്ടില്ല. അസംബ്ലിയിലേക്ക് മത്സരിച്ചപ്പോഴും ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോഴും അദ്ദേഹം ജയിക്കുകയായിരുന്നു. പിന്നെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന ഒരു യുവവിഭാഗമുണ്ട്, സ്ത്രീകളുണ്ട്, ലത്തീൻ കത്തോലിക്ക വിഭാഗമുണ്ട്, എന്തിന് മുസ്ലിംസ് പോലുമുണ്ട്. ആരിഫ് വന്ന് 5 കൊല്ലം മത്സരിച്ചതിനിടയിൽ ആരിഫിന് ഒരുപാട് എതിർപ്പായി. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്ത് എതിർപ്പായി, പിന്നെ മുസ്ലിം സമുദായത്തിന് ഇടയിൽ എതിർപ്പായി. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ തന്നെയല്ല, ഇപ്പോൾ വിദേശത്ത് നിന്ന് ആളുകൾ കൂട്ടമായിട്ടാണ് വോട്ട് ചെയ്യാൻ വരുന്നത്. ഇന്നലെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, ദമ്മം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഫ്ലൈറ്റ് പിടിച്ചിട്ടാണ് പ്രവാസികൾ വോട്ട് ചെയ്യാൻ വരുന്നത്. അപ്പോൾ അത്രയ്ക്ക് ആവേശമായി തങ്ങളുടെ വോട്ട് നഷ്ടപ്പെടുത്താൻ കഴിയരുത് എന്ന അർത്ഥത്തിൽ. അപ്പോൾ ശോഭാ സുരേന്ദ്രനും KC വേണുഗോപാലും ആരിഫും ഒരുമിച്ച് മത്സരിക്കുമ്പോൾ അവിടെ കട്ടയ്ക്ക് നിൽക്കുന്നു എന്ന് പറയാം. പക്ഷേ 2ാം സ്ഥാനത്തിന് വേണ്ടിയാണ് ശോഭാ സുരേന്ദ്രനും ആരിഫും നിൽക്കുന്നതാണ് എൻ്റെ വിലയിരുത്തൽ. KC ജയിക്കുമെന്നാണ്. തൃശ്ശൂർ വളരെ ശക്തമായ മത്സരം. എങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി? തൃശ്ശൂർ പ്രവചനാതീതമാണ്. നല്ല പോളിംഗ് അവിടെയുണ്ട്. നല്ല പോളിംഗ് ഉണ്ട്. തന്നെയല്ല, 3 സ്ഥാനാർത്ഥികളും ഒന്നിനൊന്നിന് മെച്ചമാണ്. പിന്നെ സുരേഷ് ഗോപി കഴിഞ്ഞ 5 വർഷമായി അവിടെ തന്നെ പ്ലാനിട്ട് നിൽക്കുകയും അദ്ദേഹത്തെ ജയിപ്പിച്ചേ അടങ്ങൂ എന്ന മട്ടിൽ പ്രധാനമന്ത്രി മോദി 2-3 പ്രാവശ്യം തൃശ്ശൂരിലൂടെ പോവുകയും
സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് ക്ഷേത്രത്തിൽ ചെന്ന് ആശീർവദിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ സുരേഷ് ഗോപിയോട് ഒരു പ്രത്യേകമായ പരിഗണന മോദിജിക്കുണ്ട്. എന്നാലും അവിടെ ഒരുപാട് അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടുണ്ട്. തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടു. ഈ അലങ്കോലപ്പെട്ടതിൻ്റെ പിന്നിൽ ആരാണ് എന്നതിനെക്കുറിച്ച് ചോദിച്ചാൽ അത് പോലീസാണെന്ന് പറയുന്നു, അന്തംഗമ്മികളാണെന്ന് പറയുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞ വാദഗതികളാണുള്ളത്. അപ്പോൾ അവിടെ ആ തൃശ്ശൂർ പൂരം ഉണ്ടാക്കിയ വോട്ടിംഗ് നിലവാരം വ്യത്യസ്തമാണ്. യഥാർത്ഥത്തിൽ അവിടെ ഈ ഫലം തീരുമാനിക്കുന്നത് തൃശ്ശൂർ പൂര ദിവസം നടന്ന സംഭവ വികാസങ്ങളാണ് ഒരുപക്ഷെ തൃശ്ശൂരിലെ ഫലത്തെ സ്വാധീനിക്കുന്നത്. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ വിഷയങ്ങളും പിന്നിലേക്ക് മാറി. പിന്നെ സുനിൽകുമാർ ഒരു കൊച്ചു സ്ഥാനാർത്ഥിയല്ല, നല്ല സ്ഥാനാർത്ഥിയാണ്, ജനകീയനാണ്. അപ്പോൾ എൻ്റെ വിലയിരുത്തൽ ഈ തൃശ്ശൂർ പൂരം വരുന്നതിന് മുമ്പ് സുനിൽകുമാർ ജയിക്കുമായിരുന്നു എന്നായിരുന്നു. കെ മുരളീധരന് അവിടെ സാധ്യത അത്ര വലുതല്ല. മുരളീധരൻ തൃശ്ശൂർ വലിയ പ്രയാസമാണെന്നല്ല, വളരെ ക്ലേശിച്ചാലേ ജയിച്ചു പോകാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ 3 പേരുടെയും മനസ്സിലിരിപ്പ് ഏത് തരത്തിലേക്കാണ് ചായുന്നത് എന്നതിനെക്കുറിച്ച് ആലോചിക്കണം. കാരണം തൃശ്ശൂർ പൂരം അലങ്കോലപ്പെട്ടതിൻ്റെ സ്പർദ്ധ ആരുടെ മനസ്സിനാണുള്ളത്? പിന്നെ കെ മുരളീധരൻ വടകരയിൽ നിന്ന് തൃശ്ശൂർ വന്ന് മത്സരിക്കുമ്പോൾ പണ്ട് പത്മജയും കെ കരുണാകരനും ഒക്കെ തോറ്റ മണ്ഡലമാണ് തൃശ്ശൂർ. അത് മാത്രമല്ല, കെ കരുണാകരൻ തോറ്റു, മുരളിയും തോറ്റ പത്മജയും തോറ്റ മണ്ഡലം, വി രാഘവൻ അച്ഛനെയും മകനെയും തോൽപ്പിച്ചതാണ്. അപ്പോൾ സ്വാഭാവികമായി തൃശ്ശൂരിൻ്റെ സാംസ്കാരിക ചരിത്രം, അതൊരു സാംസ്കാരിക തലസ്ഥാനമാണ് തൃശ്ശൂർ. അപ്പോൾ ആ തൃശ്ശൂരിലാണ് മുരളീധരൻ മത്സരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് മുരളിയും സുരേഷ് ഗോപിയും സുനിൽകുമാറും. അപ്പോൾ ഇതിൻ്റെ ഫലം എനിക്ക് അങ്ങനെ പ്രവചിക്കാൻ പറ്റത്തില്ല, അത് കണ്ടറിയാം. അവസാനമായിട്ട് പാലക്കാട് നമ്മൾ പ്രധാനമായിട്ടും സംസാരിക്കുന്നത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഈ മണ്ഡലങ്ങളെ കുറിച്ചാണ്. അവിടെ എല്ലാം പോളിങ്ങും നീണ്ട ക്യൂവും കനത്ത പോളിങ്ങും ഉണ്ട്. അതെ. അപ്പോൾ ഇവിടെ ഈ പാലക്കാടിലേക്ക് വരുമ്പോൾ പാലക്കാടും വളരെ ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. പാലക്കാട് ശ്രീകണ്ഠനാണ് കഴിഞ്ഞ ജയിച്ചത്. നമ്മുടെ വിജയരാഘവനും കൂടിയാണ് മത്സരിക്കുന്നത്. വിജയരാഘവൻ എന്ന് പറയുന്നത് പോളിറ്റ് ബ്യൂറോ മെമ്പറാണ്. അതെ. ശ്രീകണ്ഠനാണ് ഒരു വളരെ പാവം. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെങ്കിൽ ഒരു ദളിത് സമുദായത്തിൽപ്പെട്ട് വന്ന് അവിടെ മത്സരിക്കുകയും ഒക്കെ ചെയ്താണ്. അപ്പോൾ ശ്രീകണ്ഠൻ്റെ ഒരു സൗമ്യതയും ഇതും കൊണ്ട് അദ്ദേഹത്തിന് ജയിച്ച് കയറാൻ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷേ 3 പേരും ഞങ്ങൾക്ക് തോൽക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു മണ്ഡലമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കനത്ത പോളിംഗ് കണക്കൂട്ടൽ അനുസരിച്ച് 75% പുറത്ത്, ഒരുപക്ഷെ അതിനപ്പുറത്തേക്ക് പോകാം, 80% പുറത്ത് പോയാലും അത്ഭുതപ്പെടാനില്ല. ആ പോളിംഗ് ശതമാനത്തിൽ ഒളിച്ചിരിക്കുന്ന ഭൂതത്തെ നമുക്ക് 1.25 മാസത്തിന് ശേഷം നമുക്ക് ജൂൺ 4 തീയതി കണ്ടെത്താം. അതുവരെ നമുക്ക് ഇത്തരം ചർച്ചകൾ വിശ്രമം. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.